വളരെ മോശമായ ഒരു പരാമർശമാണ് മുക്താർ അബ്ബാസ് നഖ്വിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വാക്ക് പൊതുസമൂഹം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, രാജ്യത്ത് നടക്കുന്ന ആൾക്കൂട്ടാക്രമണങ്ങളിൽ പലതും കെട്ടിച്ചമച്ചതാണ് പോലും. 2-3 ദിവസങ്ങളിലായി രാജ്യത്ത് ആൾക്കൂട്ടാക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. മധ്യപ്രദേശിൽ മയിലിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദളിത് യുവാവിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തി. അത് കഴിഞ്ഞ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മധ്യവയസ്കയായിട്ടുള്ള മാനസികാസ്വസ്ഥയുള്ള ഒരു സ്ത്രീയെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. രാജസ്ഥാനിൽ 55 വയസ്സുള്ള ഒരു സ്ത്രീയെ ബൈക്കിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 22 വയസ്സുകാരനെ തല്ലിക്കൊന്നു. ജാർഖണ്ഡിൽ ഇന്ന് ആഭിചാരക്രിയകൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 4 പേരെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. അങ്ങനെ 2-3 ദിവസങ്ങളിലായി രാജ്യത്ത് 10 പേർ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഒരു വർഷത്തെ കണക്കല്ല, 2-3 ദിവസങ്ങളിലെ കണക്കുകളാണ്. ഈ കണക്കുകൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും രാജ്യത്തിൻ്റെ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പറയുന്നു, രാജ്യത്തെ ആൾക്കൂട്ടാക്രമണങ്ങൾ കെട്ടിച്ചമച്ചതാണ് പോലും. ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ വാക്കുകൾ പറഞ്ഞതെന്നുള്ളത് പൊതുജനങ്ങൾക്ക് വ്യക്തമാണ്. BJP തന്ന മന്ത്രി പദവി, അപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ. അത് വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് നിങ്ങൾ കൃത്യമായി ഈ കാര്യങ്ങൾ പറയാൻ മുന്നോട്ട് വന്നത്. ഒപ്പം പാർലമെന്റിൽ ഒരു MP മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന, ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ക്രൂരതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, മറുപടിയായിട്ട് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ്, അങ്ങനെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ എന്നാണ് പറയുന്നത് നഖ്വി. എത്ര മോശമായ പരാമർശമാണ് ഒരു മന്ത്രി നടത്തുന്നുള്ളത്. വളരെ മോശമായ പരാമർശം. കാരണം ഒരു ന്യൂനപക്ഷ കാര്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വരാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും കടന്നു വന്നിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നുള്ളതിന് എത്രയോ നേർസാക്ഷ്യങ്ങൾ ഓരോ ദിവസവും കടന്നു വരികയാണ്. പല രീതികളിലുള്ള വേട്ടയാടപ്പെടൽ, ആൾക്കൂട്ട ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്ന ഒരവസ്ഥ. ആ ദൃശ്യങ്ങൾ പോലും ഇദ്ദേഹം കണ്ടിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർത്താനുള്ളത്. BJP പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ പോലും ഇങ്ങനെ പച്ചയായിട്ടുള്ള വർഗീയം കോരിച്ചൊരിയാൻ ഇങ്ങർക്ക് സാധിക്കുന്നത് സംഘപരിവാറിനോട് കൂറുപുലർത്തുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. രാജ്യത്ത് ആൾക്കൂട്ടാക്രമണം ഒരു ട്രെൻഡായി നിലനിൽക്കുകയാണ്. ആൾക്കൂട്ടാക്രമണം നടത്തുന്നവർ സംഘപരിവാരായിരിക്കണം, എന്നാൽ മാത്രമേ അത് ട്രെൻഡാവുകയുള്ളൂ. അങ്ങനെ ട്രെൻഡായി മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. കാരണം ആൾക്കൂട്ടാക്രമണങ്ങൾ ആർക്കും ചെയ്യാം, കൂട്ടം കൂടി ആരെ വേണമെങ്കിലും രാജ്യത്ത് കൊല്ലാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് മോദി സർക്കാർ. കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല. ആക്രമണം നടത്തിയവരെ സംരക്ഷിച്ച് നിലനിർത്താൻ BJP അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുന്നു. കാരണം ഈ ആൾക്കൂട്ട ആക്രമണം നടത്തിയവർ ഇവരുടെ പാർട്ടിക്കാരാണ്. അങ്ങനെ ഒരു ട്രെൻഡ് സമ്മാനിക്കുകയാണ് സംഘപരിവാർ ആൾക്കൂട്ടാക്രമണത്തിലൂടെ. അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും രാജ്യത്തിന് പുറത്തുള്ള ആളുകൾ പോലും, വിദേശികൾ പോലും ഇന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ടാക്രമണത്തെക്കുറിച്ച് വലിയ രീതിയിൽ ആശങ്കപ്പെടുന്നു. ബ്രിട്ടീഷ് മന്ത്രി ഇടപെടുന്നു, ഐക്യരാഷ്ട്രസഭ ഇടപെടുന്നു, അമേരിക്ക അടക്കം ഇടപെടുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ട് പോലും മുക്താർ അബ്ബാസ് നഖ്വി പറയുന്നു, രാജ്യത്തെ ആൾക്കൂട്ടാക്രമണങ്ങൾ കെട്ടിച്ചമച്ചതാണ് എന്ന്. അത് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.